ചെറിയൊരു ഉണ്ണിയാണ് കേട്ടോ. കുറുമ്പ് കാണിച്ചിട്ട് യശോദാമ്മ ഉരലിൽ കെട്ടിയിട്ടിരിക്കുക. ദാമോദരലീലയായിരുന്നു. ദാമോദരനുണ്ണിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ നമ്മുടെ ഉണ്ണി. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. മേൽശാന്തിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അലങ്കാരമാണ് ഇത്ര ഈ ദാമോദരലീല. അത് തന്നെയാണ് ഇന്നലെ പുത്തരിയായിട്ട്, അതായത് തൃപ്പുത്തരിക്കായിട്ട് ചാർത്തിയിരിക്കുന്നത്. നല്ല മിടുക്കനായിട്ട് തടിച്ചുരുണ്ടിട്ടുള്ള ഒരു ഉണ്ണിയാണ് കേട്ടോ. പുത്തിരി പായസമൊക്കെ നന്നായിട്ട് വയറ് നിറച്ച് കുടിച്ചിട്ടുണ്ട്. ഉപ്പുമാങ്ങയൊക്കെ കൂട്ടിയിട്ട് ഊണൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. വിഭവ സമൃദ്ധമായിട്ടാണ്. പത്തിലെ ഉപ്പേരിയൊക്കെ നല്ല ഇഷ്ടമായി ഉണ്ടെന്ന് തോന്നുന്നു. പഴനുറുക്കും ഒക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് വയറൊക്കെ വീർത്ത് തടിച്ചുരുണ്ടിട്ട്, നല്ല തടിയുണ്ട് കേട്ടോ, കൈകളും കാലുകളൊക്കെ കാണാനേ. അങ്ങനെ തടിച്ചുരുണ്ടിട്ടുള്ള ഒരു ഉണ്ണിയായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. 3 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം മുഴുവനായിട്ടും വെളുപ്പായിരുന്നു, നന്ദ്യാർവട്ടായിരുന്നു. പിന്നെ നന്ദ്യാർവട്ടും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു. പിന്നെ നന്ദ്യാർവട്ടം ഉണ്ട്, തെച്ചിയുണ്ട്. പിന്നെ തടിച്ചുരുണ്ടിട്ട് ഒരു ഉണ്ടമാലയുണ്ട്. അതിലും 3 നിറങ്ങളാണുള്ളത്. നന്ദ്യാർവട്ടം ഉണ്ട്, തെച്ചിയുണ്ട്, തുളസിയുണ്ട്. കുറേ നന്ദ്യാർവട്ടം കോർത്തിട്ട് പിന്നെ തെച്ചിയുടെ ഉള്ളിൽ തുളസി, പിന്നെ നന്ദ്യാർവട്ടം, തെച്ചിയുടെ ഉള്ളിൽ തുളസി, അങ്ങനെയായിട്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതിന് നടുക്കാണ് നമ്മുടെ യശോദാമ്മ ഉണ്ണിയെ ഉരലിൽ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നത്. എന്തോ കുറുമ്പ് ഇന്നലെയും കാണിച്ചിട്ടുണ്ട്. എന്നാലും വെണ്ണൂരുളിയൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കുറുമ്പൊക്കെ കാണിച്ചു, ഉരലിലൊക്കെ കെട്ടിയിട്ടിട്ടെങ്കിലും കൂടെ ആ വെണ്ണൂരുളിയൊക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ ഒരു പൊന്നോടക്കുഴലുണ്ട്. ഇതൊക്കെ എനിക്ക് നിസ്സാരാണ് അമ്മയെന്ന് പറഞ്ഞിട്ട് ആ ഉരലിൽ ഇങ്ങനെ കൈ കയറ്റി വെച്ചിട്ട് ചാരി നിൽക്കുന്ന പോലെയാണ് കേട്ടോ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. ചെറിയൊരു ഉരലാണ് ചാർത്തിയിരിക്കണത്. ആ ഉരലിൽ നിന്ന് ചുവന്ന നിറത്തിലെ ഒരു കയറുണ്ടാവുമല്ലോ, ആ കയർ എടുത്തിട്ടാണ് നമ്മൾ ഉണ്ണീനെ കെട്ടിയിട്ടിരിക്കണേ. ഒരു ഭാവവും ഇല്ലാട്ടോ, കുറുമ്പ് കാണിച്ചിട്ടുള്ള ഒരു ഭാവവും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നിസ്സാരാണ്, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ ഒരു മുഖത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇനിയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആ മുഖത്ത്. അങ്ങനെ കുറുമ്പ് കാണിച്ച് നിൽക്കുന്ന ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. നെറ്റിയിൽ ഗോപി തിലകൻ ചാർത്തിയിട്ടുണ്ട്. കാതുപൂക്കളുണ്ട്, നന്നായിട്ട് പുഞ്ചിരിച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നെ കഴുത്തിലും വളയം പോലത്തെ ഒരു മാലയുണ്ടല്ലോ, അതിൻ്റെ ചുവടെയായിട്ടൊരു ഗോപി തിലകം ഉണ്ട്. പിന്നെയും 2 മാലകളുണ്ട്. ഇന്നലെ സോപാനം തൊഴിലായതുകൊണ്ടേ തൊട്ടടുത്ത് നിന്ന് തന്നെ ആ മാലകളൊക്കെ ഇങ്ങനെ കാണാൻ സാധിച്ചു കേട്ടോ. നല്ല തിളങ്ങുന്ന ഉണ്ണിയായിട്ടായിരുന്നു തടിച്ചുകൊണ്ട ഉണ്ണി. കൈവളകളും തോൾവളകളൊക്കെ നന്നായിട്ട് കാണാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും കൈ വിട്ട് കളയില്ല. പിന്നെ വലത്തെ കയ്യിൽ വെണ്ണൂരിലെയാണ്. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് പട്ടുകോണൊക്കെ ചുറ്റിയിട്ട് കാൽത്തളയൊക്കെ അണിഞ്ഞിട്ടാണ് നമ്മുടെ ഉണ്ണി സന്തോഷവാനായിട്ട് ശ്രീലകത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ പുത്തിരി പായസം കുടിച്ചതുപോലത്തെ ആ ഒരു എന്താ പറയുക ഫീലിംഗ് അത് തോന്നിക്കും നമ്മുടെ ഉണ്ണീനെ കണ്ടു കഴിഞ്ഞാൽ. അത്രയും സന്തോഷമാണ് നമ്മുടെ ഉണ്ണി ഇന്നലെ കാണുമ്പോൾ കേട്ടോ.